ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാത്താൻ സൂത്രശാലി എന്ന ധ്യാനചിന്ത നമ്മൾ തുടരുന്നു. നമ്മൾ ധ്യാനിക്കുന്നത് ആന്തരിക മുറിവ് സാത്താന്റെ ഒളിത്താവളമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആന്തരിക മുറിവുള്ളവരാണെങ്കിൽ എത്രയും വേഗം നമ്മൾ സൗഖ്യമാക്കി എടുക്കണം. അതല്ലെങ്കിൽ സാത്താൻ അവന്റെ ഒളിത്താവളമാക്കി നമ്മുടെ മനസ്സിനെ മാറ്റും. ഒരു സംഭവം, സ്വന്തം മകനെ കുറിച്ച് മാതാപിതാക്കൾ സൂചിപ്പിച്ച ഒരു കാര്യം. പക്ഷെ അവൻ നിരീശ്വരവാദിയാണ്, അവന് ഡ്രഗ്സ് ഉപയോഗമുണ്ട്, അവന് അക്രമം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവനെക്കുറിച്ച് അവർ പറഞ്ഞതിന് ശേഷം സൂചിപ്പിച്ചൊരു കാര്യം, അവൻ്റെ മനസ്സ് അതുപോലെ ദുഷിച്ചതും സാത്താൻ്റെ ഒരു കൂടാരവുമാണ്. ഒന്നുകിൽ അവന് മാനസാന്തരം സംഭവിക്കണം, അല്ലെങ്കിൽ അവൻ മരിച്ചു പൊക്കോട്ടച്ച. അതാണ് മാതാപിതാക്കളും മകനെക്കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം അവർ വേദനിച്ചിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവൻ ജീവിച്ചിരുന്നാലും ദൈവത്തിനും മറ്റുള്ളവർക്കും ദ്രോഹവും ഭാരവും മാത്രമേ ആകുന്നുള്ളൂ, അവന് ഒരു നന്മയും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പോലും അവർ ചിന്തിച്ചു പോയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ മുറിവ് ഗൗരവപൂർവ്വം നമ്മൾ എടുക്കേണ്ടതാണ്. ജെറമ്യ 30-ാം അധ്യായം 14-ഉം 17-ഉം വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ വലിയൊരു സന്ദേശമുണ്ട്. നിങ്ങളുടെ നിരവധിയായ അകൃത്യങ്ങൾ മൂലം ഞാൻ നിങ്ങളെ മുറിപ്പെടുത്തി. കർത്താവ് പറയാണ്. അതോടൊപ്പം കർത്താവ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പക്കലേക്ക് തിരിയുക, നിന്റെ മനസ്സിൻ്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്താം. മുറിപ്പെടുത്തിയത് മനുഷ്യരാണെങ്കിലും സുഖപ്പെടുത്തേണ്ടത് കർത്താവാണ്. പറയുന്നുണ്ട് ഈ ആന്തരിക സൗഖ്യം, അതിലേക്ക് നമ്മൾ വരണം. ആരോഗ്യമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള ശരീരത്തെക്കാൾ നമുക്ക് ആവശ്യം എന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് നല്ല മനസ്സ്, അതുപോലെ തന്നെ പാപമംഗലമായ മനസ്സ്, അവയുടെ പ്രവർത്തനം വ്യത്യസ്തമായിരിക്കും. നിയമാവർത്തനം 30-1 നിയമാവർത്തനം 6-5 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നല്ല മനസ്സ് കൽപ്പനകൾ പാലിക്കും. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് മനസ്സ് പാപഭംഗിലമായാൽ എന്ത് സംഭവിക്കും? നന്മ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം നമുക്ക് നഷ്ടമാകും. പാപത്തിൽ ജീവിക്കുന്നവര്, പാപഭംഗിലമായി ജീവിതം നയിക്കുന്നവര്, സാത്താന്യ ജീവിതം അടിയറ വെച്ചവര്, നന്മ ചെയ്യാനുള്ള ഒരാഗ്രഹം അവർക്ക് ഉണ്ടാകത്തില്ല. രോഗം ബാധിച്ച മനസ്സിൻ്റെ ചില സൂചനകളെക്കുറിച്ച് വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തേതാണ് ഇടിഞ്ഞ മനസ്സ്. അതിന് ഇംഗ്ലീഷിൽ പറയും ഡിജക്റ്റഡ് മൈൻഡ്. പ്രഭാഷകൻ 25-23-ാമത്തെ വചനം എടുക്കുമ്പോൾ ദുഷ്ടയായ ഭാര്യ ഇടിഞ്ഞ മനസ്സിന് കാരണമാകാം എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഭാര്യ മാത്രമല്ല, ഭർത്താവ് ദുഷ്ടതയിലേക്ക് പോയാലും, ആര് ദുഷ്ടരായി ജീവിക്കുമ്പോഴും അവർ മൂലം മറ്റുള്ളവരുടെ മനസ്സിടിയാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേതാണ് തകർന്ന മനസ്സ്. ഇംഗ്ലീഷിൽ ഡിസ്പോണ്ടൻ മൈൻഡ് എന്ന് പറയും. 1 രാജാക്കന്മാർ 21 അതിൻ്റെ 27-ാമത്തെ വചനം വായിക്കുമ്പോൾ അഹാബ് രാജാവ് മനം തകർന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ തന്നെ പ്രദർശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-15 വായിച്ചാൽ മനം തകർന്നവരെ ഭയം ഗ്രസിക്കും. അപ്പം അതുകൊണ്ട് തകർന്ന മനസ്സ് അത് നമ്മൾ സമുദ്ധരിക്കുന്നില്ലെങ്കിൽ ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോലും നാം പോയെന്ന് വരും. മൂന്നാമത്തേതാണ് മടുത്തുപോയ മനസ്സ്, ഡിസ്ഗസ്റ്റഡ് മൈൻഡ് എന്ന് പറയും. മോശയ്ക്ക് പോലും അത്രയും ശക്തനായ ഒരു വ്യക്തിയായിരുന്നിട്ട് അവൻ്റെ മനസ്സ് മടുക്കുന്ന ഒരു രംഗം കാണാൻ പറ്റും. സംഖ്യ 11 മുതൽ വായിക്കുമ്പോൾ മനസ്സ് മടുത്ത ഒരു വ്യക്തിയെ പോലെ സംസാരിക്കുന്ന മോശയെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. നാലാമത്തേതാണ് ക്രൂക്കഡ് മൈൻഡ്, കുടില മനസ്സ്. ചിലർക്ക് നേരെ ചൊവ്വെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എപ്പോഴും വളരെ ഈ കുടില മാനസരായിട്ട് പെരുമാറുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 17-20 പറയുന്നുണ്ട് കുടിലമാനസൻ ഐശ്വര്യം പ്രാപിക്കില്ല. അഞ്ചാമത്തേതാണ് മുറിവേറ്റ മനസ്സ്, വൂണ്ടഡ് മൈൻഡ്. 2 ദിനവൃത്താന്തം 16-10 വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ആസാരാജാവ് മനസ്സിന് മുറിവേറ്റ് കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിലൂടെ ഓടി നടന്ന് കണ്ടവരെയെല്ലാം തല്ലുന്ന ഒരു രംഗം. അതുകൊണ്ട് നമ്മുടെ മനസ്സ് മുറിവേറ്റാൽ നമ്മളറിയാതെ തന്നെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവരായിട്ട് ചിലപ്പോൾ നമ്മൾ മാറും. ആറാമത്തേതാണ് നീറുന്ന മനസ്സ്. വിലാപങ്ങൾ 3-20 വായിക്കുമ്പോൾ അങ്ങനെ നീറുന്ന മനസ്സോടെ സംസാരിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഏഴാമത്തേതാണ് വെറുപ്പ് പൂണ്ട മനസ്സ്. സുഭാഷിതങ്ങൾ 26-24 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ വിദ്വേഷമുള്ളവർ സ്നേഹം നടിച്ചുകൊണ്ട് ഹൃദയത്തിൽ വഞ്ചന കാണിക്കും. അപ്പം അത് തെറ്റായ പല കാര്യത്തിലേക്ക് നമ്മളെ നയിക്കും. അത് വരാതിരിക്കാൻ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. എട്ടാമത്തേതാണ് ആസക്തി പൂണ്ട മനസ്സ്. പ്രഭാഷകൻ 23-16 വായിച്ചാൽ ആസക്തിക്ക് നമ്മളെ വിട്ടുകൊടുത്താൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമായി മാറും. അത് പ്രഭാഷകൻ 6-2 മുതൽ വായിക്കുമ്പോഴും അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. 9-ാമത്തേതാണ് ആകുലത പൂണ്ട മനസ്സ്, ആങ്ഷ്യസ് മൈൻഡ്. മത്തായി 6:25 മുതൽ വായിക്കുമ്പോൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കാത്തവർക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നത്.
അത് വരാതിരിക്കാൻ ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുക. 10ാമത്തേതാണ് അക്രമം ചിന്തിക്കുന്ന മനസ്സ്, ക്രൂവൽ മൈൻഡ്. സുഭാഷിതങ്ങൾ 24:2 അങ്ങനെയുള്ള മനസ്സ് ദുഷ്ടത കാട്ടും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 11ാമത്തെ കാര്യമാണ് ദുശാഠ്യ മനസ്സ്. നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 3:27 മുതൽ വായിക്കുമ്പോൾ ദുശാഠ്യ മനസ്സ് തിന്മകൾക്ക് അടിപ്പെടും. 12ാമത്തെ കാര്യമാണ് ശങ്കയുള്ള മനസ്സ്, സ്ക്രൂപ്ലെസ് മൈൻഡ് എന്ന് പറയും. അത് മൈൻഡ് സ്ക്രൂപ്ലെസ് ആയാലുള്ള കുഴപ്പം ചെറിയ കാര്യങ്ങൾ വലുതായിട്ട് കാണും, പാപമല്ലാത്തതും പാപമായിട്ട് അവർക്ക് തോന്നും. അത് പല പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന അനുഭവം ഉണ്ടാവും. 13ാമത്തേതാണ് ദുഃഖം പൂണ്ട മനസ്സ്. പ്രഭാഷകൻ 30:21 മുതൽ വായിക്കുമ്പോൾ ദുഃഖത്തിന് അധീനരാകരുത്, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അവസാനത്തേത് 14ാമത്തെ കാര്യം വളരാത്ത മനസ്സ്. നമുക്ക് മനസ്സ് വളരേണ്ടതുപോലെ വളർന്നിട്ടില്ലെങ്കിൽ അസൂയ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പിടികൂടും. മറ്റുള്ളവരിലെ നന്മ അത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രശംസിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്ന അവസ്ഥയുണ്ടാകും. 1 സാമുവേൽ 18:6 മുതൽ വായിക്കുമ്പോൾ ഇക്കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമുക്ക് മനസ്സിന് മുറിവുള്ളവരായിരിക്കാം, മുറിവില്ലാത്തവരുണ്ടാകണമെന്നില്ല. പക്ഷെ മുറിവേറ്റവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ആ മുറിവ് ഉണക്കി ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള മനസ്സിൽ കുടിയിരിക്കാൻ സാത്താന് ഒരിക്കലും സാധ്യമല്ല. ആന്തരിക മുറിവാണ് സാത്താന് ഒളിത്താവളം. നമുക്ക് ഈ കാര്യം തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ പേരിൽ പ്രതികാരദാഹികളായി കഴിയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ദൈവകൃപ ലഭിക്കുവാനും ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കാം. വഞ്ചകനും സൂത്രശാലിയും ഞങ്ങളുടെ യഥാർത്ഥ ശത്രുവുമായ പിശാചിനെ പരാജയപ്പെടുത്തിയ യേശുനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സാത്താന് ഞങ്ങൾ ഇടം കൊടുത്തതിലൂടെ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന അവൻ്റെ സ്വാധീന വലയത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവൻ മൂലം ഞങ്ങളുടെ മേൽ നിവധിച്ചിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിതരാക്കണമേ. സാത്താൻ്റെ ഉദ്യമം പത്രോസിൻ്റെ മേൽ വിജയം വരിക്കാതിരിക്കാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ, ഞാനും എൻ്റെ കുടുംബവും ലോകം മുഴുവനും സാത്താൻ്റെ ശക്തി വലയത്തിലാകാതെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കാൻ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. സാത്താനെ ഭയപ്പെടുന്നതിനേക്കാൾ ആത്മീയ സമരായുധങ്ങളേന്തി അവൻ്റെ മേൽ വിജയം വരിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അതെല്ലാം സഫലമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.